സംസ്ഥാനത്ത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന NDA കേരള പദയാത്രയ്ക്ക് കാസർഗോഡ് തുടക്കമാകും. ഇന്ന് വൈകിട്ട് 3-ന് ദേശീയ അധ്യക്ഷൻ JP നദ്ദയാണ് ഉദ്ഘാടനം ചെയ്യുക. യാത്ര 20 ലോക്സഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തും. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പദയാത്ര നടക്കുക. രാവിലെ 10:30 കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണും. തുടർന്ന് 11:30 പൌരപ്രമുഖരുമായി കൂടിക്കാഴ്ചയും നടത്തും. രണ്ട് കാരണങ്ങളാണ് ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്താൻ ഈ യാത്രയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, മോദിയുടെ ഗ്യാരണ്ടിയാണ് ഇനി കേരളത്തിൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. മോദിയുടെ ഗ്യാരണ്ടി ഉറപ്പുള്ള ഗ്യാരണ്ടിയാണ്. ഇവർ പറയുന്നത് പോലെ വാഗ്ദാനങ്ങളല്ല. മോദി കഴിഞ്ഞ 10 വർഷം കേരളത്തെ എത്രമാത്രം സഹായിച്ചു, ഇൻഫ്രാസ്ട്രക്ചർ ആയാലും ടാക്സ് ഷെയർ ആയാലും മറ്റ് വിഹിതമായാലും, അതിനെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രചരണമാണ്. മറ്റൊന്ന്, ഈ രണ്ട് മുന്നണികളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഇപ്പോൾ ഒരു അഴിമതി ഭരണം ഇവിടെ നടക്കുന്നു. മാസപ്പടിയുണ്ട്, സഹകരണ കൊള്ളയുണ്ട്, ദുർഭരണമുണ്ട്, കർഷകർ ആത്മഹത്യ ചെയ്യുന്നു, പെൻഷൻകാർ ആത്മഹത്യ ചെയ്യുന്നു, തൊഴിലില്ലായ്മ പെരുകുന്നു. ഇവിടെ ഒരു ക്ലിയർ കമ്പാരിസൺ LDF UDF കക്ഷികളും BJP. INDA മുന്നണിയിൽ രണ്ട് മുന്നണികൾ പരസ്പരം മത്സരിക്കുന്നുണ്ടെങ്കിലും INDA മുന്നണിയുടെ നയം ഒന്നാണ്, INDA മുന്നണിയുടെ പ്രതിച്ഛായ ഒന്നാണ്. INDA മുന്നണിയുടെ പാർട്ടികളുടെ പേരുകളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. നയങ്ങളും നിലപാടുകളും ഒരുപോലെയാണ്. ഇവരെ മാറി മാറി പരീക്ഷിച്ചുകൊണ്ട് കേരളത്തിന് ഇനി പ്രയോജനമില്ല. കേരളം ഇനി വികസിക്കണമെങ്കിൽ, ഇവിടെ വ്യവസായം വളരണമെങ്കിൽ, ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടണമെങ്കിൽ, ഇവിടെ നല്ല വിദ്യാഭ്യാസം കിട്ടണമെങ്കിൽ, ഇവിടെ നല്ല അവസരങ്ങൾ കിട്ടണമെങ്കിൽ, ഇവിടുത്തെ കൃഷിക്കാർ രക്ഷപ്പെടണമെങ്കിൽ എല്ലാം മോദിയുടെ ഗ്യാരണ്ടി ഇവിടെ യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ സാധാരണക്കാരെ ധാരാളമായിട്ട് ഇതിൽ കാണുന്നുണ്ട്. മുഖ്യമന്ത്രിയെ പോലെ എലൈറ്റ് ക്ലാസിനെ കാണുന്ന ഒരു പദയാത്രയല്ല. പാവപ്പെട്ടവരെ കാണുന്നുണ്ട്, ഗുണഭോക്താക്കളെ കാണുന്നുണ്ട്. മോദി സ്കീമുകൾ കിട്ടിയ 3 സ്കീം കിട്ടിയ, 4 സ്കീം കിട്ടിയ, 5 സ്കീം കിട്ടിയ ആൾക്കാരുണ്ട്. ഇനി എത്ര പേർ അതുപോലെ നമുക്ക് അതുപോലെ ആ സ്കീമിൽ അവരെ ഇനി പുതുതായിട്ട് ചേർക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ബെനിഫിഷ്യറീസ് മീറ്റുണ്ട്. പിന്നെ ഞങ്ങൾ നേരത്തെ തുടങ്ങി വെച്ച സ്നേഹയാത്രയുടെ നെക്സ്റ്റ് സ്നേഹയാത്ര സമ്പർക്കമായിരുന്നു. ഇത്തവണ സ്നേഹയാത്രയിൽ ഞങ്ങൾ കുറച്ചുകൂടി അവരുടെ ഗെറ്റ് ടുഗദേഴ്സ് സാമുദായിക സംഘടനകളുടെയും ബാക്കിയൊക്കെ ആയിട്ട് ഞങ്ങൾ നടത്തുന്നു. അങ്ങനെ ആ നിലയിലെല്ലാം വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു യാത്രയാണ്. എല്ലാ പ്രമുഖ നേതാക്കളെയും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നഡ്ഡാജിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അമിത്ഷാജി തിരുവനന്തപുരത്ത് വരാമെന്ന് തത്വത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. മറ്റ് കേന്ദ്രമന്ത്രിമാരെയും നേതാക്കളെയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. KV ബൈജു ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ബൈജു, BJPക്ക് ഇത്തവണ ഒരു ദക്ഷിണേന്ത്യൻ പദ്ധതി തന്നെയുണ്ട്. അതിൽ പ്രധാനം ആണ് കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് എങ്കിലും ഉറപ്പാക്കണം എന്ന ലക്ഷ്യം അവരെ സംബന്ധിച്ചുണ്ട്. തൃശൂർ കേന്ദ്രീകരിച്ചൊക്കെ മോദി ഇതിനോടകം 2 തവണ വന്നുപോയ സാഹചര്യമൊക്കെ നമുക്ക് മുന്നിലുണ്ട്. അപ്പോഴാണ് ഇത്തരമൊരു പദയാത്ര BJP സംസ്ഥാന അധ്യക്ഷൻ നടത്തുന്നത്. എന്തൊക്കെയാണ് ലക്ഷ്യം? മോദിയുടെ 10 വർഷത്തെ ഭരണം, അതിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ മറ്റെന്തൊക്കെയാണ് പദ്ധതിയിട്ടിരിക്കുന്നത്? എങ്ങനെയാണ് ഈ യാത്ര അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്? രേണുക, തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപനത്തിന് വളരെ മുൻപ് തന്നെ കേരളത്തിൽ സജീവമാവുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. ഇതിൽ പ്രധാനമായും ഈ പ്രവർത്തകരെ ഈ തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കുക എന്നതിനപ്പുറം വലിയൊരു ലക്ഷ്യം NDAയുടെ കേരള പദയാത്ര എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ മുന്നണി ശക്തിപ്പെടുത്തുക, മുന്നണി വിപുലീകരിക്കുക. ഇതാണ് പ്രധാനമായും ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ യാത്രയിൽ ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നതനുസരിച്ച് ഒരു ദിവസം, അതായത് ഒരു മണ്ഡലത്തിൽ 10 കിലോമീറ്ററോളം പദയാത്രയാണ്. മറ്റ് സമയങ്ങളെല്ലാം ഈ മത സാമുദായിക സംഘടനാ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, മറ്റ് ഇത്തരത്തിലുള്ള പല പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ ഇന്ന് 3 മണിക്ക് ഈ ജാഥയുടെ ഉദ്ഘാടനം ഉണ്ടാകും. JP നദ്ദയാണ് ഉദ്ഘാടനം നിർവഹിക്കുക. അതിനുശേഷം 10 കിലോമീറ്ററോളം സഞ്ചരിച്ച് മേൽപ്പറമ്പിൽ ഇന്ന് യാത്ര അവസാനിക്കും. അതേസമയം തന്നെ നാളെ യാത്രയ്ക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. മറ്റന്നാളാണ് കണ്ണൂർ ജില്ലയിലേക്ക്, അതായത് 29-ന് കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. 30-ന് വയനാട് ജില്ലയിലേക്കും 31-ന് വടകര. ഇത്തരത്തിലാണ് ഈ യാത്രയുടെ ഒരു പ്ലാനിംഗ്.
ഫെബ്രുവരി 27-ന് പാലക്കാട്ടാണ് യാത്രയുടെ സമാപനം എന്നതും പ്രത്യേകതയാണ്. എന്തായാലും തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും ഈ കോൺഗ്രസിൽ നിന്നുള്ള പ്രമുഖരൊക്കെ ഈ പല പ്രമുഖരും ബിജെപിയിലേക്ക് ചേരുമെന്നാണ് ഈ ബിജെപി തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. എന്തായാലും 10:30 മണിക്ക് കെ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനം നിശ്ചയിച്ചിട്ടുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിൽ പല കാര്യങ്ങളും വ്യക്തമാക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇന്ന് കോൺഗ്രസിന്റെ കാസർഗോഡ് ജില്ലയിലെ മുതിർന്ന പല നേതാക്കളും ബിജെപിയിലേക്ക് ചേരുന്നുണ്ട്. അത് ഈ ഉദ്ഘാടന സമ്മേളനത്തിലാണ് ഇവർ ബിജെപിയുടെ അംഗത്വം സ്വീകരിക്കുന്നത്. അതിൽ വലിയ പ്രമുഖരായ നേതാക്കൾ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 3-4 സീറ്റുകൾ പിടിക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം. മോദിയുടെ വരവ് 2 തവണ തുടർച്ചയായുള്ള വരവ് ഇതൊക്കെ വലിയ ഊർജ്ജമാണ് ബിജെപിക്ക് പകർന്നിരിക്കുന്നത്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ജാഥയെ കാണുന്നത്. എന്തായാലും NDA പദയാത്ര, അതായത് ഘടകകക്ഷികളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു യാത്ര ബിജെപിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ പല യാത്രകളും കാസർഗോഡ് നിന്ന് തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലൊക്കെ ബിജെപിയുടെ ഒരു യാത്ര എന്ന നിലയിലായിരുന്നെങ്കിൽ ഇപ്പോൾ അത് NDAയുടെ ചെയർമാൻ കൂടിയായ കെ സുരേന്ദ്രൻ എന്ന രീതിയിലാണ് ഈ യാത്രയിൽ എന്തായാലും ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യം. അതായത് ഈ മോദിയുടെ ഗ്യാരണ്ടി ഒപ്പം പുതിയ കേരളം, ഇതാണ് ഈ മുദ്രാവാക്യം ഉയർത്തിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് അല്പസമയത്തിനകം മധൂർ ക്ഷേത്രത്തിൽ നിന്നാണ് ഈ യാത്രയുടെ തുടക്കം കുറിക്കുന്നത്. കെ സുരേന്ദ്രൻ അല്പസമയത്തിനകം മധൂർ ക്ഷേത്രത്തിലെത്തും. അത് കഴിഞ്ഞ് 10:30 നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാർത്താ സമ്മേളനം ഉണ്ടാകും. 11:30 ഈ മത സാമുദായിക സംഘടനാ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയൊക്കെ ഉള്ളത്. എന്നാലും കൃത്യം 3 മണിക്ക് തന്നെ താളിപ്പടുപ്പ് മൈതാനിയിൽ യാത്രയുടെ ഉദ്ഘാടനം ഉണ്ടാകും. അതിനുശേഷം മേൽപ്പറമ്പിലേക്ക് പദയാത്രയായി എത്തും. ഇന്നത്തെ പരിപാടികൾ അവിടെ സമാപിക്കും. നാളെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യാത്രക്ക് കാര്യമായ പരിപാടികളും ഒന്നും ഇല്ല. ബൈജു, ഇപ്പോൾ ഇന്ന് JP നദ്ദ എത്തുമെന്നാണ് പറയുന്നത്. ഈ യാത്രയിൽ ഉടനീളം കേന്ദ്ര നേതാക്കളെ കൂടി അണിനിരത്താനാണോ BJP ശ്രമിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ കേന്ദ്ര നേതാക്കളുടെ ഒരു ഒഴുക്ക് കേരളത്തിലേക്ക് ഉണ്ടാകുമോ? കേന്ദ്ര നേതാക്കളുടെ മറ്റൊന്ന്, ഇന്ന് 11:30 പൗരപ്രമുഖരുമായിട്ടുള്ള കൂടിക്കാഴ്ച എന്നത് സൂചിപ്പിച്ചു. ഇത് എല്ലാ ദിവസവും എല്ലായിടങ്ങളിലും പൗരപ്രമുഖരുമായിട്ടുള്ള കൂടിക്കാഴ്ച ഉണ്ടാകുമോ? അവരിൽ നിന്ന് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള ഒരു അജണ്ട രൂപീകരിക്കുക എന്നതുകൂടി BJP ലക്ഷ്യമിടുന്നുണ്ടോ? തീർച്ചയായും എല്ലാ ദിവസവും ഇത്തരത്തിൽ പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയും വാർത്താ സമ്മേളനവും ഉണ്ടാവുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുരളീധരൻ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ സംസ്ഥാനത്തെ BJPയുടെ മുഴുവൻ നേതാക്കളും ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതേതായാലും കാത്തിരുന്ന് കാണണം. പക്ഷേ നേരത്തെ തന്നെ ചില നേതാക്കൾ മാറി നിൽക്കുന്നൊക്കെ സാഹചര്യമുണ്ടായിരുന്നു. അതൊക്കെ ഏത് രീതിയിലാണ് BJP ഇനി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ വരുമ്പോൾ സ്വീകരിക്കുന്ന നിലപാടെന്താണ്, കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നിലപാടെന്താണ് നമുക്ക് ഇന്ന് അറിയാൻ സാധിക്കും. മുഴുവൻ നേതാക്കളും, അതായത് സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കളും ഈ ജാഥയിൽ ഉടനീളം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര നേതാക്കൾ, കേന്ദ്ര മന്ത്രിമാർ ഒക്കെ ഈ പരിപാടിയിൽ ഉണ്ടാകും. നേരത്തെ പറഞ്ഞ പോലെ അമിത്ഷായാണ് തിരുവനന്തപുരത്ത് എത്തുക. അതുപോലെ ഓരോ കേന്ദ്രങ്ങളിലും കേന്ദ്ര നേതാക്കൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉദ്ഘാടന സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും 3 മണിക്ക്, കൃത്യം 3 മണിക്ക് തന്നെ ഉദ്ഘാടന സമ്മേളനം താളിപ്പടുപ്പ് മൈതാനിയിൽ ആരംഭിക്കും. മാത്രമല്ല JP നദ്ദ ദേശീയ അധ്യക്ഷനായതിനു ശേഷമുള്ള കാസർഗോഡ് ജില്ലയിലെ ആദ്യ വരവാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഒരു സ്വീകരണം കൂടി ഈ പരിപാടി അത്തരത്തിൽ മാറ്റാനുള്ള ഒരു ഒരുക്കവും BJP നടത്തുന്നുണ്ട്. എന്നാലും 10:30 കെ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനത്തിൽ ഈ പാർട്ടിയിലേക്ക് പുതുതായി കോൺഗ്രസിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അത്തരത്തിൽ കൂടുതൽ NDA ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യം. നേരത്തെ ഉണ്ടായ യാത്രകൾക്ക് അപ്പുറമെല്ലാം NDA എന്ന ഒരു മുദ്രാവാക്യം, NDAയുടെ യാത്ര എന്ന രീതിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഘടകകക്ഷികൾ ഉൾപ്പെടെ ഈ യാത്രയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി ഈ കാര്യങ്ങളിൽ വ്യക്തത വരും. എത്രത്തോളം സംസ്ഥാന നേതാക്കൾ മാറി നിൽക്കുന്നു അല്ലെങ്കിൽ ഈ ജാഥയിലുണ്ട്, ഏതായാലും എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോയി പാർലമെന്റ് തെരഞ്ഞെടുപ്പാകുമ്പോൾ അത്തരത്തിൽ നീങ്ങുക. എന്തായാലും കേരളത്തിൽ ഒരു സീറ്റ് പിടിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഉള്ളത്. അതിന് വളരെ മുൻപ് തന്നെ രംഗത്തിറങ്ങുക. കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു യാത്ര എന്നും അറിയാൻ സാധിക്കുന്നു. എന്നാലും അത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് പൂർണ്ണ സജ്ജമായിരിക്കുന്നു BJP എന്ന് വേണം നമുക്ക് ഈ യാത്രയിലൂടെ കാണാൻ. തീർച്ചയായും മുന്നണി എന്ന നിലയിലുള്ള ഒറ്റക്കെട്ടായിട്ടുള്ള മുന്നോട്ട് പോക്ക് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി അവരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ടുകൂടിയായിരിക്കും ഈ ഒരു യാത്ര മുന്നോട്ട് പോവുക. ബൈജു ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചുവല്ലോ, ചില
പ്രത്യേക ആളുകൾ BJP-യിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യം കൂടി ഈ യാത്രയിൽ പലയിടങ്ങളിലും ഒരുങ്ങുമെന്ന് നമുക്കറിയാം. അനിൽ ആന്റണിയെ പോലെയുള്ളവരൊക്കെ BJP-യിലേക്ക് എത്തുന്നത് വലിയ തരത്തിൽ വാർത്തയായതാണ്. ആ രീതിയിലൊക്കെയുള്ള അതൊരു സസ്പെൻസുമൊക്കെ ആയിരുന്നു. ആ നിലയിലുള്ള അത്തരം പ്രമുഖരായ വ്യക്തികളെ അണിനിരത്തുക എന്നത് BJP ഉദ്ദേശിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള സർപ്രൈസുകൾ ഈ യാത്രയിൽ ഉണ്ടാകും എന്നാണോ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും ആ സർപ്രൈസ് ഇപ്പോഴും BJP പുലർത്തുന്നുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരു വലിയ തോതിലുള്ള ഒരു മുന്നണി തന്നെ ഈ ഇതിലേക്ക് വിപുലീകരണം ഉണ്ടാകുമെന്നാണ്. ഒരു പക്ഷേ 2020 പോലുള്ള സംഘടനകളെയാണോ ഉദ്ദേശിക്കുന്നത് എന്നറിയില്ല. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ ഇന്ന് ചോദ്യങ്ങളായി ഉണ്ടാകും. ഒപ്പം തിരുവനന്തപുരത്ത് ഒരു പ്രമുഖ നേതാവ്, കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് BJP-യിലേക്ക് വരുമെന്ന ഒരു സൂചനകൾ നൽകുന്നത്. പക്ഷേ അതാരാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും സസ്പെൻസ് BJP നിർത്തുന്നുണ്ട് എന്നത് തന്നെയാണ്. എന്തായാലും ഓരോ ജില്ലയിലും ഈ കോൺഗ്രസുമായി ഇത്തരത്തിൽ അതൃപ്തിയുള്ളവരും അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അതൃപ്തിയുള്ളവരൊക്കെ ചേർത്ത് പിടിക്കുക എന്ന് തന്നെയാണ് യാത്രയുടെ ഉദ്ദേശം. അതിനാണ് കാസർഗോഡ് നിന്നും ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രമുഖരായ നേതാക്കൾ ഇത്തരത്തിൽ BJP-യിലേക്ക് ഇന്ന് ചേരുന്നത്. അതിൽ കോൺഗ്രസിന്റെ വർഷങ്ങളായി കോൺഗ്രസിന്റെ മലയോര മേഖലകളിലടക്കം വലിയ സ്വാധീനമുള്ള നേതാക്കൾ ഉൾപ്പെടെ ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഇന്ന് ഏതായാലും ഈ കാര്യങ്ങളൊന്നും വളരെ രഹസ്യമായാണ് BJP കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഈ കാര്യത്തിൽ ഈ സമയമാകുമ്പോൾ മാത്രമേ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ, അല്ലെങ്കിൽ പുറത്തു പറയുമെന്ന രീതിയിലാണ് BJP-യുടെ നിലപാടുള്ളത്. എന്തായാലും പ്രമുഖരായ നേതാക്കൾ കോൺഗ്രസിൽ നിന്നും ഈ ജാഥ ഫെബ്രുവരി 27 പാലക്കാട് അവസാനിക്കുമ്പോൾ ഈ മുന്നണിയിൽ ഉണ്ടാകും. അതുപോലെ തന്നെ മുന്നണി വിപുലീകരണവും ഉണ്ടാകുമെന്ന സൂചനകൾ തന്നെയാണ് കെ സുരേന്ദ്രൻ നൽകുന്നത്. രേണുക, മുന്നണി വിപുലീകരണം, കൂടുതൽ പ്രമുഖരെ പാർട്ടിയിലേക്ക് എത്തിക്കലൊക്കെ ലക്ഷ്യമിടുന്നുണ്ട്. ബൈജു, ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ യാത്ര തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ BJP-ക്കുള്ളിലെ അസ്വാരസ്യം അത് കഴിഞ്ഞ കുറേ നാളുകളായി കേന്ദ്ര നേതൃത്വത്തിനെ പോലും അവരുടെ പോലും വിയോജിപ്പുകൾക്ക് ഇടയാക്കുന്ന തരത്തിൽ ഇവിടുത്തെ BJP നേതാക്കൾക്കിടയിലെ വിഭാഗീയത വലിയ പ്രശ്നമായി തന്നെ സംസ്ഥാനത്ത് ഉടലെടുക്കുന്ന സാഹചര്യം ഉണ്ട്. ശോഭാ സുരേന്ദ്രൻ ന്യൂസ് 18നോടാണ് ഇപ്പോഴത്തെ ഈ യാത്ര നയിക്കുന്ന സംസ്ഥാന അധ്യക്ഷനെ ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചത്. ആ രീതിയിൽ വലിയ രീതിയിൽ വിഭാഗീയത ഇപ്പോഴും തുടരുന്നുണ്ട്. പലരും ഇപ്പോഴും പൂർണ്ണമായും സഹകരിക്കാത്ത നിലയിൽ, അല്ലെങ്കിൽ അവരെ പൂർണ്ണമായും അടുപ്പിക്കാത്ത നിലയിലൊക്കെയാണ് ഈ സംവിധാനം കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പുതിയ നേതാക്കൾ, കേന്ദ്ര നേതാക്കൾ ഉൾപ്പെടെ എത്തുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുന്ന സാഹചര്യം, അപ്പോൾ അതിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതുകൂടി ലക്ഷ്യമിടുന്നുണ്ടോ? എല്ലാവരെയും ഒത്തിണക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണോ ലക്ഷ്യം? കെ സുരേന്ദ്രനെ സംബന്ധിച്ച് അത് എത്രമാത്രം സാധ്യമാകും? തീർച്ചയായും രേണുക, ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശം ഉണ്ട്, താക്കീതുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഭാഗീയത ഈ തെരഞ്ഞെടുപ്പോട് മുന്നോടിയായോ അതിന് എല്ലാ സമയത്തോ ഘട്ടങ്ങളിലോ ഉണ്ടാകാൻ പാടില്ല എന്ന കർശന താക്കീത് നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ MT രമേശ്, കൃഷ്ണദാസ്, പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രൻ പോലുള്ള നേതാക്കൾ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുമോ എന്നതാണ് ഏറ്റവും ഏറെ രാഷ്ട്രീയമായി കൗതുകം. എന്തായാലും അത്തരം നേതാക്കളെല്ലാം, സംസ്ഥാന നേതാക്കളെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് കെ സുരേന്ദ്രൻ അറിയിച്ചിട്ടുള്ളത്. ആ രീതിയിലുള്ള ഒരു യാത്ര, ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതെ യാത്ര BJP-യെ ശക്തിപ്പെടുത്തുക, അല്ലെങ്കിൽ NDA മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്നത് മാത്രമാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് കേന്ദ്ര നേതൃത്വവും ഇത്തരത്തിൽ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിഭാഗീയത ഒരു കാരണവശാലും ഉണ്ടാകരുത്, അത് ഏതെങ്കിലും തരത്തിൽ വിജയ സാധ്യതയ്ക്ക് തടസ്സമുണ്ടാക്കരുത്. ഇത്തവണ 4 or 5 സീറ്റുകൾ കേരളത്തിൽ നിന്ന് പിടിക്കുക എന്നതാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ലക്ഷ്യം. അതിന് ഈ സംസ്ഥാന നേതൃത്വം ഏത് രീതിയിലാണോ പ്രവർത്തിക്കുന്നത് അത്തരത്തിൽ ശക്തമായ പ്രവർത്തനം ഉണ്ടാകുക, എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോയി ഇത്തരത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന് തന്നെയാണ് കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും രേണുക സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ്. ആ കാര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ ഇന്നത്തെ പരിപാടിയിൽ, അതായത് സംസ്ഥാന അധ്യക്ഷന്റെ പരിപാടിയിൽ ഉണ്ടാകുമോ എന്നത് തന്നെയാണ് കാത്തിരിക്കുന്നത്. എന്തായാലും ശോഭാ സുരേന്ദ്രൻ, MT രമേശ്, കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ളവർ ഈ യാത്രയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ആ കാര്യത്തിൽ ഇന്ന് ഉച്ചയോടുകൂടി കാര്യങ്ങൾ അറിയാം. എന്തായാലും JP നദ്ദ എത്തുന്നുണ്ട്. ബീഹാർ രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ ഡെവലപ്മെന്റ് ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ്. അത്തരത്തിലുള്ള ഈ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കൂടി അത്തരത്തിൽ എന്തെങ്കിലും പരാമർശങ്ങൾ ഉണ്ടാവുമോ എന്നതും ഇന്നത്തെ കാര്യത്തിൽ ഏറ്റവും പ്രത്യേകത തന്നെയാണ്. രേണുക, നവകേരള